നാടിനെയാകെ ഭീതിയിലായെത്തിയ കുറുവാമോഷണ സംഘത്തിന്റെ ഗ്രാമത്തിലേക്ക് സാഹസയാത്ര നടത്തുകയാണ് 24 സംഘം. എറണാകുളത്ത് പിടിയിലായ കുറുവാമോഷണ സംഘത്തിൽ ഉൾപ്പെട്ട സന്തോഷ് സെൽവത്തിന്റെ തേനിയിലെ സ്വന്തം വീട്ടിലേക്കാണ് ആദ്യമായൊരു വാർത്താ സംഘം എത്തിയത്. ഓരോ മോഷണത്തിന് ശേഷവും നാട്ടിലേക്ക് സന്തോഷ് സെൽവർ എത്താറുണ്ടെന്ന് 24 വാർത്താ സംഘത്തോട് തമിഴ്നാട് പോലീസും പറയുന്നു. ആ നിർഭയ യാത്രയിലേക്ക് കുറുവ സംഘത്തിൽപ്പെട്ട സന്തോഷ് കേരളത്തിൽ അറസ്റ്റിലായതിനു പിന്നാലെയാണ് സന്തോഷിന്റെ ജന്മനാടായ തേനിയിലെ കാമാച്ചിപുരത്തേക്ക് 24 സംഘം യാത്ര തിരിച്ചത്. ഇതാണ് കേരളത്തെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിറപ്പിച്ച സന്തോഷ് സെൽവത്തിൻ്റെ വീടിരിക്കുന്ന ഗ്രാമം. ഇവിടെ നിന്ന് മുന്നോട്ട് പോയാൽ സന്തോഷിൻ്റെ വീടുൾപ്പെടെ നിരവധി തിരുട്ട് ഗ്രാമത്തിലെ ആളുകളുടെ വീടുകളുമുണ്ട്. പുറത്തുനിന്നൊരാൾക്ക് അത്ര വേഗം കടന്നു വരാൻ പറ്റാത്ത ഉൾനാടൻ ഗ്രാമം. അപരിചിതനെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഗ്രാമത്തിന്റെ ഓരോ പോയിന്റിലും ചോദ്യങ്ങൾ നേരിടേണ്ടി വരും. ഉത്തരത്തിൽ പന്തികേട് തോന്നിയാൽ മുന്നോട്ടുള്ള പോക്ക് അസാധ്യമാകും. സന്തോഷിന്റെ വീടിന്റെ അഡ്രസ് മാത്രമായിരുന്നു ഗ്രാമത്തിലേക്ക് കടക്കാനുള്ള ഞങ്ങളുടെ ഏക പിടിവള്ളി. ആ മാർഗം ഉപയോഗിച്ചാണ് ഗ്രാമത്തിലെ ഒരാളുടെ സഹായത്തോടെ ഞങ്ങൾക്ക് പ്രവേശനം ലഭിച്ചത്. സന്തനമാരിയമ്മൻ കാവൽ നിൽക്കുന്ന ഗ്രാമം. ഓരോ മോഷണത്തിനും സന്തോഷ് ഇവിടെ നിന്ന് പുറപ്പെടുന്നത് ഈ ക്ഷേത്രത്തിലെത്തി അനുവാദം വാങ്ങിയാണ്. തിരികെ ഗ്രാമത്തിലെത്തി മോഷണ വിവരങ്ങൾ ആദ്യം പറയുന്നതും സന്തനമാരിയമ്മനോട് മാത്രം. അതുകൊണ്ടാണ് കേരള പോലീസ് എത്ര ചോദിച്ചിട്ടും സന്തോഷിന്റെ വായിൽ നിന്ന് കൂട്ടത്തിലൊരാളുടെ പേരോ മോഷണ വിവരങ്ങളോ പുറത്തു വരാത്തത്. കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മോഷ്ടിച്ചു കൊണ്ടുവരുന്ന പണം ഉപയോഗിച്ചാണ് ഈ ഗ്രാമത്തിലും മോഷ്ടാക്കൾ വീടുകൾ കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. 3 വീടുകളാണ് സന്തോഷിന് ഇവിടെയുള്ളത്. കേരളത്തിൽ ആക്രി സാധനങ്ങൾ പെറുക്കലാണ് ജോലി എന്നാണ് നാട്ടിൽ സന്തോഷ് പറഞ്ഞത്. என்ன வேலை செய்யறாருன்னு தெரியல. அவங்க கல்லு தான் உடைப்பாங்க, கல்லு உடைப்பாங்க. இந்த நம்ம பாட்டதாகரம் பறிக்கி போடுறேன்னு சொல்லுவாங்க. வந்தா சரிக்கா, அதான் தெரியும். സന്തോഷ് പിടിയിലായ ശേഷം കേരള പോലീസ് ഇവിടെ എത്തിയിരുന്നു. അപ്പോഴേക്കും സന്തോഷിന്റെ കൂട്ടാളികളടക്കം ഗ്രാമത്തിൽ നിന്നും കൂട്ടത്തോടെ മുങ്ങി. കേരള പോലീസ് ഇനിയും എത്തുമോ എന്ന പേടിയുള്ളതിനാൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയിരിക്കാമെന്നാണ് തമിഴ്നാട് പോലീസും പറയുന്നത്. ഇതോടെ മറ്റ് സംസ്ഥാനങ്ങളിലും ഉടൻ മോഷണം നടക്കുമെന്നുറപ്പായി. തിരുവമ്പേരൂർ ഗ്യാങ്ങിലുള്ള ഏക വനിതാ മോഷ്ടാവ് സന്തോഷിന്റെ ഭാര്യയാണ്. മോഷണമുതലുകൾ സ്വന്തമാക്കാൻ ആരെയും അപായപ്പെടുത്താനോ കൊലപ്പെടുത്താനോ പോലും മടിയില്ലാത്ത സംഘത്തിലെ അംഗങ്ങൾ കൂടിയാണിവർ. സന്തോഷ് സെൽവത്തിൽ ഒതുങ്ങുന്നില്ല ഈ നാട്ടിലെ കുറുവ സംഘത്തിൻ്റെ സാന്നിധ്യം. കൂടുതൽ ആളുകളുണ്ട് എന്നാണ് പോലീസുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. 4 വർഷം മുമ്പാണ് സന്തോഷ് ഏറ്റവും അവസാനമായി ഇങ്ങോട്ടേക്ക് എത്തിയതെന്നും നാട്ടുകാർ സ്ഥിരീകരിക്കുന്നുണ്ട്. കേരളത്തിൽ സന്തോഷിനൊപ്പം മറ്റാരെങ്കിലും ഇവിടെ നിന്ന് എത്തിയിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നു. തേനിയിൽ നിന്ന് അഭിജിത്തിനും എസ് ശ്യാംകുമാറിനൊപ്പം വിഷ്ണു സുരേഷ്, 24.